നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരനും നിക്ഷേപകനുമായ നൌഷാദ് 2021 സൊസൈറ്റിയിലേക്ക് ചാക്കിൽ പണം എത്തിച്ച് ജീവനക്കാരുടെ അക്കൌണ്ട് വഴി നിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള നിക്ഷേപകരുടെ പ്രക്ഷോഭത്തിൽ നേതൃനിരയിലുള്ള ആളാണ് ആരോപണം ഉന്നയിക്കുന്നത്. കോഴിക്കോട്ട് നിന്നാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ ബത്തേരി ഓഫീസിലേക്ക് 2021 ഡിസംബറിൽ കള്ളപ്പണം എത്തിച്ചതെന്നാണ് നൌഷാദ് പറയുന്നത്. ഇതിന്റെ തെളിവെന്ന രീതിയിൽ ചില ചിത്രങ്ങളും നൌഷാദ് പുറത്തുവിട്ടു. പിന്നീട് ബത്തേരിയിലെ ഒരു ബാങ്ക് വഴി സൊസൈറ്റിയിലെ ജീവനക്കാരുടെ അക്കൌണ്ടിലൂടെ ആ പണം വെളുപ്പിച്ചെടുത്തതായാണ് ആരോപണം. ഈ പൈസ ജീവനക്കാരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുകയും 1-2 ലക്ഷം രൂപയായിട്ട് ജീവനക്കാരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം ബ്രഹ്മഗിരിയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. വലിയ എമൗണ്ട് ആയത് കാരണം ബ്രഹ്മഗിരിയുടെ അക്കൌണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. CPIM ബ്രാഞ്ച് അംഗമായ നൌഷാദിന് 22 ലക്ഷം തിരിച്ചു കിട്ടാനുണ്ട്. പണം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ മുൻനിരയിലുള്ള ആളുകൂടിയാണ് നൌഷാദ്. സൊസൈറ്റിയുടെ ഭാഗമായി അടച്ചുപൂട്ടിപ്പോയ മാംസ സംസ്കരണ ഫാക്ടറിയിൽ പണം നിക്ഷേപിച്ച 600ഓളം പേർക്കാണ് നിക്ഷേപത്തുക തിരികെ കിട്ടാനുള്ളത്. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പറഞ്ഞ തീയതി പാലിക്കാൻ CPM നേതൃത്വത്തിനായിട്ടില്ല. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.